നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടുക്കാരും ഇപ്പം പ്ലസ് ടു പരീക്ഷ എഴുതിയവരും പ്ലസ് വൺ പ്ലസ് ടുവിലോട്ട് കയറിയവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ. പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ നടക്കുന്നു, പ്ലസ് വണ്ണിൻ്റെ വാല്യുവേഷൻ നടക്കുന്നു, രണ്ടിൻ്റെ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. പ്ലസ് ടുവിൻ്റെ വാല്യുവേഷനിൽ നിന്ന് ഞാനൊരു അധ്യാപകരുടെ ഒരുപാട് അധ്യാപകരോട്ട്, നമ്മുടെ സുഹൃത്ത് അധ്യാപകരോട്ട് സംസാരിച്ചതിന് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. പ്ലസ് ടുവിൻ്റെ ഏറെക്കുറെ പരീക്ഷകളും വളരെ സിമ്പിളായിരുന്നു, അല്ലെങ്കിൽ തരക്കേടില്ലാത്ത പരീക്ഷകളായിരുന്നു എന്നുള്ള ഉറപ്പാണ്. പക്ഷേ പല അധ്യാപകരും പറഞ്ഞത് ഞാൻ ഇട്ട പോലെ കൂട്ടത്തോൽവി എന്നുള്ളതല്ല, പക്ഷേ 10-ൽ താഴെ മാർക്ക് 8, 7, 9 അല്ലെങ്കിൽ 3, 2, 0 മാർക്കുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ 0 മാർക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് അര മാർക്കാക്കി പിന്നെ 1 ആക്കി ഇട്ടിട്ടുണ്ട്. പ്ലസ് ടുവിൻ്റെ വാല്യുവേഷനാണ്. പ്ലസ് വണ്ണിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം പ്ലസ് ടുവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതൊരു വളരെ ദാരുണമായ രീതിയാണ്. കാരണം ഇവിടുത്തെ ഫിസിക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. പരീക്ഷകൾ പൊതുവേ അങ്ങനെ നിങ്ങളെ വലിയ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇത് എവിടെയോ പാളി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള നിങ്ങളുടെ എഴുത്തുകൊണ്ടിൻ്റെ ഫലമാണ്. അധ്യാപകർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒന്നും എഴുതാത്ത പോലും പേപ്പറുകളാണ് വരുന്നത്. ഒന്നും ആ പേപ്പറിനകത്തില്ല. ആ പേപ്പറിനകത്തുള്ള എഴുതിയ പേപ്പറിൽ നിന്ന് 0 മാർക്ക് ഒരുപാട് പേർക്ക് കിട്ടിയപ്പം എന്ന് പറഞ്ഞുകൊണ്ട് 100 പേര് എഴുതി 100 പേര് 0 മാർക്ക് എന്നല്ല പറഞ്ഞു. ചിലപ്പോൾ അതൊരു 5 പേർക്ക് വളരെ മോശം, അല്ലെങ്കിൽ 10 പേർക്ക് വളരെ മോശം മാർക്കാണെങ്കിൽ തന്നെ അത് നിസ്സാര കാര്യമല്ല. ലക്ഷക്കണക്കിന് കുട്ടികളുടെ എഴുതുന്ന പരീക്ഷയാണ്. അന്നേരം തോക്കുന്നവർ കുട്ടികളുടെ മാർക്കിൻ്റെ വളരെ മാർക്ക് കുറവാണെന്നുള്ളതാണ് ഇപ്പം വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നമുക്കറിയാൻ പറ്റിയതാണ് ഇതൊരു ഡേഞ്ചർ സോണാണ്. കാരണം പിന്നെ എഴുതിയെടുക്കുക 0 മാർക്ക് എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ 0 ഇടാൻ അധ്യാപകർക്കുള്ള ആ വിഷമവും ഒക്കെ കൊണ്ടാണ് അവരത് അര മാർക്ക് എവിടെയെങ്കിലും ഇട്ട് 1 ആക്കി അതങ്ങ് മാറ്റുന്നത്. അത് നമ്മൾ 1 മാർക്കിന് നമ്മൾ അർഹനല്ല എന്നുള്ളതാണ്, അർഹതയുള്ളവരല്ല. ഒരു അധ്യാപകം എന്നുള്ളത് നമ്മളിത് കേൾക്കുമ്പോഴും നമുക്കും വിഷമമാണ്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട, പക്ഷേ വളരെ ശ്രദ്ധിക്കുക. ഇപ്പം പ്ലസ് ടു പ്ലസ് ടുവിലോട്ട് കയറിയവന് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു കൺസേൺ വേണം. നമ്മൾ നിസ്സാരമല്ല. പ്ലസ് ടു എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. പക്ഷേ ഇനി ലാസ്റ്റിലെ വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്ന് ഏറ്റവും നല്ല മാർക്കുകളൊക്കെ ഇട്ട് നല്ലപോലെ മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ തോക്കുന്നവരുടെ എണ്ണം മോശമല്ല. അത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പെട്ടെന്ന് വാല്യുവേഷൻ്റെ അപ്ഡേറ്റ്സായിട്ട് വരും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ റെഡിയാക്കി വെച്ചു. വാല്യുവേഷൻ്റെ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നെവർ എവർ ഗിവ് അപ്പ്.